നമസ്കാരം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കോൺഗ്രസ് വിടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതലോടെ നീങ്ങാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തന്റെ കഴിവുകൾ ഉപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്നും പാർട്ടി അടിത്തറ വിപുലീകരിച്ചില്ലെങ്കിൽ തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്താകുമെന്നും തരൂർ പ്രതികരിച്ചതിനെ ഗൗരവത്തോടെയാണ് ഹൈക്കമാൻഡ് കാണുന്നത്. ഏപ്രിലിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ AICC സമ്മേളനം ചേരും. ഇതിൽ തരൂരിനോട് വിശദീകരണവും തേടിയേക്കും. തരൂരിനെ തൽക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിക്കില്ല. LDF ഭരണം ജനം മടുത്തെന്നും പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരുമെന്നുമാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ആരെയും ഉയർത്തിക്കാട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമേ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കൂ. കോൺഗ്രസിന്റെ സ്ഥിതി വഷളാക്കാൻ തരൂർ തുനിഞ്ഞാൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കും CPM നയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനവും പിണറായി സർക്കാരിന്റെ വികസന നേട്ടവും തരൂർ മുൻപ് പ്രകീർത്തിച്ചിരുന്നു. പാർട്ടിയുടെ പരിധിയിൽ ഒതുങ്ങാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സൂചന നൽകുന്ന തരൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ തന്നെപ്പോലൊരാളാണ് കേരളത്തിൽ വേണ്ടതെന്നും ഇപ്പോൾ പറഞ്ഞു വെച്ചു. തരൂർ അതിരുവിട്ട് പോകരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പ്രതികരിച്ചു. CPM നേതൃത്വം വീണ്ടും തരൂരിന് പിന്തുണയുമായി എത്തിയതും അവർക്ക് അനുകൂല തരംഗമുണ്ടാക്കാനാണ്. ശരിയായ നിലപാടെടുക്കുന്നവരെ അംഗീകരിക്കുകയും തെറ്റായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നാണ് ശശി തരൂർ പറഞ്ഞതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേന്ദ്രമന്ത്രി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം, പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നിവ പാർട്ടി തരൂരിന് നൽകി. എന്നിട്ടും തരൂർ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നു. അതിനാൽ തരൂരിന്റെ കാര്യത്തിൽ പ്രതികരണം വേണ്ടെന്നും തൽക്കാലം അവഗണിക്കാമെന്നുമുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലേ UDF വിജയിക്കൂ എന്ന അവകാശവാദവും വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ മുന്നോട്ട് വരികയാണ്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നു. ലോക്സഭാ അംഗവും പ്രവർത്തക സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത്. ഈ പദവികളെല്ലാം ഉണ്ടെങ്കിലും അർഹമായ റോൾ ഇല്ലെന്ന് തരൂർ വിലയിരുത്തുന്നുണ്ട്. ആ ആഗ്രഹം പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അത് നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അത് മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പുറപ്പാടല്ലെന്നും എഴുത്തിന്റെയും വായനയുടെയും വഴിയാണെന്നും വിശദീകരിച്ചെങ്കിലും അങ്ങനെ സ്വതന്ത്രനായി തുടരുക എളുപ്പമല്ലെന്നും പാർട്ടി പിന്തുണ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്ത് ആശയക്കുഴപ്പം നിലനിർത്തുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ സംസാരിച്ച് ഇക്കാര്യത്തിൽ ധാരണയായി. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനിടയില്ല. കഴിഞ്ഞ ദിവസം ചർച്ചയായത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് നൽകിയ അഭിമുഖമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂർ അയഞ്ഞുവെന്ന് ആരും കരുതുന്നില്ല. തന്നെ കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴിയുണ്ടെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിലുള്ളത് രാഷ്ട്രീയ വിരമിക്കലിന് തയ്യാറാകുമെന്ന സൂചനയുമുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തരൂർ പിൻവാങ്ങിയാലും അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കനത്ത തിരിച്ചടിയാകും. പാർട്ടി മാറുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ലെന്ന് പറയുന്ന തരൂർ മറ്റു വഴികളായി ഉയർത്തിക്കാട്ടുന്നത് എഴുത്തിനെയും പ്രസംഗത്തിനെയുമാണ്. അതായത് തരൂർ എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. തരൂരിന്റെ ഈ പരസ്യ പ്രതികരണവും ഇരുതല മൂർച്ചയുള്ള ആയുധമാണെന്ന് കോൺഗ്രസിനും അറിയാം. വികസന നായകൻ എന്ന പ്രതിച്ഛായമായി കോൺഗ്രസിനെ തരൂർ കൈവിട്ടാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തരൂരിനെ മഹത്വവൽക്കരിച്ച് CPM നേതാക്കൾ എത്തുന്നത്.